ഹേ അമീസ്, വെൽക്കം ടു ദി 4th എപ്പിസോഡ് ഓഫ് ആർ ഇഷ്യൂവർ സീസൺ 2. 3rd എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് 4th എപ്പിസോഡ്. അതായത് അവർ സ്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ടെത്തി ഫ്രഷായി വീണ്ടും ഗെയിം കളിക്കാൻ ഇരിക്കുകയാണ്. ഇതെന്തിനാ കളിക്കണമെന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ടാണ്. തോറ്റാൽ ഇവർ രണ്ടുപേരും കൂടെ വാങ്ങണം, ജയിച്ചാൽ സ്റ്റാഫ് പോയി വാങ്ങണം. അതാണ് റൂള്. ആദ്യത്തെ റൗണ്ട് സെലിബ്രിറ്റി ക്യൂസ് ആണ്. വെരി സിമ്പിൾ. ആദ്യത്തെ റൗണ്ടിൽ നമ്മുടെ മെസ്സിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് റൗണ്ട്. അതിന് നമ്മുടെ ജൂണേട്ടനെയും ജിന്നേട്ടനും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജിന്നേട്ടൻ കണ്ടപ്പോൾ മിസ് യു സോ മച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ പെട്ടെന്നൊരു മിസ്സിംഗ് ഒക്കെ? അപ്പൊ നിങ്ങൾ എന്നെ മിസ് ചെയ്യണില്ലേ? അങ്ങനെ കളിച്ച് രണ്ടും നല്ല വൃത്തിക്ക് തോറ്റു. സോ വാട്ട്സ് നെക്സ്റ്റ്? സാധനം വാങ്ങാൻ പോണം. അങ്ങനെ രണ്ടും കൂടെ സാധനങ്ങൾ വാങ്ങാൻ പോയി. രാത്രിക്കുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി വരുന്ന സമയത്ത് വേറെന്തോ വാങ്ങി വഴിയിലിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ രണ്ടും കൂടെ ഓരോന്ന് പറഞ്ഞ് റൂമിക്ക് നടക്കുന്നുണ്ട്. പാസ്ത നീ ഉണ്ടാക്കിക്കോ, മീറ്റ് ഞാൻ ഉണ്ടാക്കാം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് പറയണത്. തിരിച്ചെത്തി രണ്ടും കൂടെ ഫുഡ് ഉണ്ടാക്കാൻ കിച്ചണിൽ കയറി. നമ്മുടെ പഴയ എഡിറ്റേഴ്സിന്റെ മ്യാസ്മരിക കഴിവുകളൊക്കെ ഇവിടെ പുറത്തെടുക്കുന്നുണ്ട്. ഷർട്ടില്ലാത്ത ജിമിൻഷിക്ക് ഷർട്ട് ഇട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദിസ്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ അതൊക്കെ കുറെ കണ്ടതാ. പൂക്കി ഫുഡൊക്കെ എടുത്ത് ഓവനിൽ വെക്കുന്നുണ്ട്. അല്ല, ഇതിനല്ല അത് പേടിയെന്നൊക്കെ പറഞ്ഞിരുന്നേ. ജിമിൻഷി അപ്പുറത്ത് എങ്ങനെയാ പോട്ട് റൈസ് ഉണ്ടാക്കാന്ന് ട്യൂട്ടോറിയലൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് കുക്കിനോട് ചോദിക്കുകയാണ്, ചോറ് വേണോ അതോ പാസ്ത വേണോ? എന്തായാലും മതി, എന്നാ ചോറ് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാം. പിന്നെ കുക്കിന്റെ പാസ്ത കുക്കിംഗ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുക്കി റെസ്റ്റ് എടുക്കാൻ പോയി. ഇനി ജിമിൻഷിന്റെ അടുക്കള യുദ്ധം. ജിമിൻഷി ആദ്യം തന്നെ പോയി വെളുത്തുള്ളി പൊളിച്ചു. എന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് അവിടെ കഥാപ്രസംഗം നടത്തണ്ടായിരുന്നു. അപ്പോഴേക്കും കുക്കി വന്നു. മാറിക്കങ്ങട്ടെ, എന്തിനപ്പം തന്നെ വന്നത്? ഞാനൊരു സർപ്രൈസ് തരാനൊക്കെ വിചാരിച്ചതായിരുന്നു. അതും പറഞ്ഞ് ജിമിൻഷി അവിടുന്ന് പോയി. പിന്നെ ബാക്കി കുക്കിംഗ് ഒക്കെ കുക്കി. കിച്ചണിൽ നിന്ന് പ്ലേറ്റ് എവിടെയാടാന്നൊക്കെ കൂക്കി വിളിച്ച് പോകുന്നുണ്ട്. ആ ഫ്രിഡ്ജിന്റെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നും പറഞ്ഞ് വേണോ വേണ്ടേ എന്ന് വിചാരിച്ച് ജിമിൻഷിയും കിച്ചണിൽ പോയി. എന്നിട്ട് കൂക്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊട്ടാറ്റോന്റെ എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന സാധനത്തിൽ 100% സാറ്റിസ്ഫൈഡ്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ആ പൊട്ടിത്തെറി. മാറി നിൽക്കാകട്ടെ, മാസ്റ്റർ ഷെഫ് ശരിയാക്കി തരാം. അടുത്ത പൊട്ടിത്തെറിക്ക് മുന്നേ കൂക്കിയത് അതിവിദഗ്ധമായി ഹാൻഡിൽ ചെയ്തു. മാറി നിൽക്കണത് എന്റെ ഡിഷാണ്, ഞാൻ ഇളക്കിക്കോളാം. അടുപ്പിൽ നിന്ന് നേരെ വായിക്ക് വന്ന് വീണ് ടേസ്റ്റ് നോക്കുന്ന മെക്കാനിസം ഒക്കെ ജിമിൻഷിന്റെ കുക്കിങ്ങിലുണ്ട്. അങ്ങനെ കുറെ നേരത്തെ പൊട്ടിത്തെറിക്ക് ശേഷം സാധനം റെഡി. എന്തൊക്കെ സഹിച്ചിട്ടാ പാവം കൂക്കിക്ക് വേണ്ടി ഓരോന്ന് ഉണ്ടാക്കുന്നേ. പൊട്ടാറ്റോ കൊള്ളാന്ന് കൂക്കി പറഞ്ഞപ്പോ ജിമിൻഷിക്ക് ഒരു നാണൊക്കെ. അതിന് അനക്കെന്തിനും ഒരു നാണൊക്കെ? എനിക്കല്ലെങ്കിലോ നാണുവാനില്ല. പിന്നെ ഇത് വെറും പൊട്ടാറ്റോ അല്ല, ഇതാണ് വാർലൈക്ക് പൊട്ടാറ്റോ. അങ്ങനെ അവര് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സ്റ്റാഫ് അവരെ വിളിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇതൊരു മിനിമൽ ട്രിപ്പ് ആണല്ലോ. സോ ഒന്നുകൂടെ മിനിമൽ ആക്കാൻ വേണ്ടി നിങ്ങളുടെ ഫോണൊക്കെ ഞങ്ങൾ വാങ്ങി വെക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ കേട്ടിട്ട് ജിമിൻഷിക്ക് ആകെ പ്രാന്ത് പിടിക്കുന്നുണ്ട്. കാരണം മിലിറ്ററിന്ന് വന്നിട്ട് ആകെ 8-10 ദിവസമായിട്ടുള്ളൂ. ഇതെന്ത് വേറെ മിലിറ്ററി ആണോ? എന്ത് തേങ്ങയായാലും വേണ്ടില്ല, ഫോൺ ഞങ്ങൾ 2 മണിക്കൂർ വാങ്ങി വെക്കും. എന്താന്ന് വെച്ചാൽ രണ്ടിന്റെ ഫോണിൽ കളി കുറച്ച് കൂടുതലാണ്. പിന്നെ രാവിലെ എണീക്കാനുള്ള സമയത്തിന് വേണ്ടി ഗെയിം കളിച്ചു. തോറ്റ് പണ്ടാരങ്ങി പ്രാന്ത് പിടിച്ച് എങ്ങനെയോ 9:30 വരെ ഉറങ്ങാനായി. വീണ്ടും ഒന്നുകൂടെ കളിച്ച് കൂക്കിയത് 9 മണിയാക്കിയിട്ട് കൊടുത്തു. വെറുതെ ഒരു മനസുഖം. പിന്നെ അവർ രാത്രി നക്ഷത്രം കാണാൻ പോകുന്നുണ്ട്. അത് ജിമിൻഷിന്റെ പ്ലാൻ ആയിരുന്നു. അവിടെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ തിരിച്ചു പോന്നു. പോരുന്ന വഴിക്ക് വീണ്ടും സ്റ്റോൺ പേപ്പർ സീസർ കളിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എണീക്കാനുള്ള സമയം ഇത്രയും കൂടി നീട്ടി കിട്ടാൻ വേണ്ടി. അതിൽ ജയിച്ച സമയം 10 മണിന്നാക്കി. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് തന്നെ സ്റ്റാഫ് വന്ന് വിളിക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ എണീറ്റോ ഫുഡ് കഴിച്ചു. ജിമിൻഷി കൂക്കിക്ക് വേണ്ടി സ്പെഷ്യൽ ബുൾസൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവർ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. ട്രെയിനിലാണ് പോണത്. രണ്ടും ട്രെയിനിൽ കയറി. ഇതിനിടയ്ക്ക് കൂക്കിനൊന്ന് കാണാതാവുന്നുണ്ട്. ഇന്നത്തെ ട്രാവൽ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ പോകുന്ന ഡെസ്റ്റിനേഷൻ ഏതാന്ന് ഇവരെന്നെ കണ്ടുപിടിക്കണം. എന്തൊക്കെ ആചാരങ്ങളാലേ. അങ്ങനെ പോണ സ്ഥലമൊക്കെ ഏകദേശം കണ്ടുപിടിച്ച് തുടങ്ങുമ്പോഴാണ് സ്റ്റാഫിന്റെ അടുത്ത റൂള്. നിങ്ങൾ മാത്രം പോയാൽ പോരാ, ഞങ്ങളെ നിങ്ങൾ ലീഡ് ചെയ്ത് കൊണ്ടുപോകണം. അത് ശരി, മൊത്തം 10-15 പേരുണ്ട്, എല്ലാവരും അഡൽട്ട് അല്ലേ എന്നൊക്കെ കൂക്കി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിനിൽ കയറി. പകുതി ആയപ്പോഴേക്കും ട്രെയിൻ കേടുന്നു. അതുകൊണ്ട് പിന്നെ പോയത് ഒരു കപ്പലിലാണ്. അതിന്റെ ഇടയ്ക്ക് ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും കപ്പൽ വന്നു. അതിൽ കയറി പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ട്രെയിനിൽ തന്നെ പോയിരുന്നെങ്കിൽ കറക്റ്റ് 1.5 മണിക്കൂർ മുന്നേ എത്തുമായിരുന്നു എന്നൊക്കെ ജിമിൻഷി പറയുന്നുണ്ട്. പിന്നെ കാർ എടുത്ത് അവർ പോയി. ചെറിയ മഴ ചാറുന്നുണ്ട്. കുറേ സമയത്തിന് ശേഷം അവർ സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്തെത്തി. അപ്പോൾ 4th എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ അർമീസ്.